പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന പഠന പരമ്പരയുടെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന്. 24ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റിയാണ് കാണാൻ പോവുക. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ക്ലാസ്സുകളൊക്കെ കേട്ട് നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി എന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 2 പുസ്തകങ്ങൾ ഞാൻ എഴുതിയത് മലയാളത്തിൽ തന്നെയുണ്ട്. രണ്ടും മീഡിയ ഹൗസ്, കോഴിക്കോട് മീഡിയ ഹൗസുകാരാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിച്ച് വായിക്കാവുന്നതാണ്. അതിനകത്ത് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ പവർ ഓഫ് ഇൻ്റർസെഷൻ, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് കാണുക. തീക്ഷ്ണമായ പ്രാർത്ഥനയിലൂടെ ഒരു മധ്യസ്ഥന് എന്ത് ചെയ്യാൻ കഴിയും എന്നതിന് പരിധിയില്ല. ഇറ്റ് ഇസ് നോ ലിമിറ്റ്. പ്രാർത്ഥനയ്ക്ക് ഒരു നീണ്ട കരമാണുള്ളത്. അത് സ്വർഗം വരെ എത്താം. അത്രയ്ക്ക് നീണ്ട കരമാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. വിലാപങ്ങൾ 3:41 പറയുന്നു, നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്നത് ഡൽഹിയിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡൽഹിയിൽ മധ്യസ്ഥ പ്രാർത്ഥന വഴി തുടങ്ങിയ ഒരു സംരംഭത്തെ പറ്റി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ജൂലൈ മാസം 8-ാം തീയതി 1996 അന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ എനിക്ക് കർത്താവ് ഒരു ബിൽഡിങ്, ഒരു കെട്ടിടം കാണിച്ചു തരികയാണ് ഇങ്ങനെ. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് വ്യക്തതയില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ എനിക്കൊരു ബോധ്യം കർത്താവ് തന്നത് ഇതൊരു ധ്യാന കേന്ദ്രമാണ്. അപ്പോൾ അന്നേരം എനിക്ക് ഒരു വിധത്തിലും വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ഞങ്ങൾ ഡൽഹിയിലേക്ക് കരിസ്മാറ്റിക് നവീകരണം വലിയ സാമ്പത്തികമായിട്ടൊന്നും മെച്ചമുള്ളതല്ല. ഞങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ഒരു തുടങ്ങി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെയൊരു ധ്യാന കേന്ദ്രത്തെ പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ അന്നുണ്ടായിരുന്ന മധ്യസ്ഥ പ്രാർത്ഥനാ ടീം ഡൽഹി ക്രൂസൈഡേഴ്സ്. അപ്പം ഡൽഹി ക്രൂസൈഡേഴ്സിനോട് ഈ കോർക്ക് ടീമിനോട് ഇതിനെപ്പറ്റി പറഞ്ഞു. അവരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വ്യക്തിപരമായി ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ 1999 ഞങ്ങൾ അന്നത്തെ ഉണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് അലൻ ഡെ ലാസ്റ്റിക്കിൻ്റെ അടുത്ത് ഡൽഹിയിലെ സർവീസ് ടീം, കരിസ്മാറ്റിക് സർവീസ് ടീം ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ പിതാവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടല്ലോ, പക്ഷേ അതിനുള്ള സ്ഥലമില്ല. കാരണം ഡൽഹിയിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളാണുള്ളത് ഇങ്ങനെ താമസിച്ചുള്ള ധ്യാനത്തിനൊക്കെ. അപ്പം നിങ്ങൾ എന്തുകൊണ്ടൊരു സ്ഥലം നോക്കുന്നില്ല? അപ്പോൾ പിതാവ് ഇങ്ങനെയും കൂടെ പറഞ്ഞു, നിങ്ങളൊരു സ്ഥലം മേടിക്കുക, എങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലും ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് സഹായം തരാൻ നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് 2 സ്ഥലത്തുനിന്ന് കർത്താവിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയ കാര്യമാണ്. എങ്കിലും ഇതിന് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ഉള്ള ധൈര്യം ഇല്ലായിരുന്നതാണ് സത്യത്തിൽ പറയുക. ഞാൻ അന്ന് ഡൽഹി സർവീസ് ടീമിൻ്റെ ചെയർമാനാണ്. കാരണം ഇതിന് ഇറങ്ങിത്തിരിച്ചാൽ അതിൻ്റെ മൊത്തം ഉത്തരവാദിത്വം എൻ്റെ തലയിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. എങ്കിലും ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് കത്തീഡ്രൽ പള്ളിയിൽ ആരാധനയ്ക്ക് കയറുമായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും ആർച്ച് ബിഷപ്പ് ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയമാണ്. ആർച്ച് ബിഷപ്പ് എന്നോട് ചോദിക്കാൻ തുടങ്ങി, നീ സ്ഥലം നോക്കാൻ തുടങ്ങിയോ? അങ്ങനെ അവസാനമായപ്പം സ്ഥലം നോക്കാൻ തുടങ്ങി. ഡൽഹിയിൽ സ്ഥലം നോക്കിയാൽ നമുക്കറിയാമല്ലോ എത്ര കോടികളുടെയാണ് സ്ഥലങ്ങളെന്ന്. നമുക്ക് അങ്ങനെ വല്ലതും ചിന്തിക്കാൻ സാധിക്കും? ആ സമയത്ത് ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടും അന്നും ഇല്ല. ബാങ്ക് അക്കൗണ്ടിൽ പൈസയുള്ളൂ. അപ്പോൾ ആ സമയത്താണ് നമ്മളിങ്ങനെ പിതാവ് നിർബന്ധിച്ചത് കൊണ്ടും കൂടെ വീണ്ടും നോക്കാൻ തുടങ്ങി. അവസാനമായപ്പം 2000 ആണ്ടിൽ ഞങ്ങൾ ഒരു സ്ഥലം കണ്ടു, ബുരാരി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഈ സ്ഥലം കണ്ടു കഴിഞ്ഞ് അവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ സ്ഥലമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ ആ
പ്രത്യേക സ്ഥലത്തിൻ്റെ പേര് ഇബ്രാഹിംപൂർ. എബ്രാഹത്തിൻ്റെ വാഗ്ദാന ഭൂമി എന്നർത്ഥം വരുന്ന രീതിയിലുള്ള എബ്രാഹിംപൂർ എന്നായിരുന്നു. അപ്പം അന്ന് കർത്താവ് അവിടെ പറഞ്ഞ് ഈ സ്ഥലമാണ്. അപ്പം ഓർക്കുക, നമ്മൾ ഈ സ്ഥലം മേടിക്കാൻ പോയപ്പോൾ നമ്മുടെ അടുത്ത് പണമില്ല. അപ്പം 5 ഏക്കർ സ്ഥലം, അപ്പം അതിന് മേടിക്കാനായിട്ട് ഇതാണെന്ന് കർത്താവ് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു വന്ന് ആർച്ച് ബിഷപ്പിൻ്റെ അടുത്ത് ഒരു കടലാസയിൽ ഇതിൻ്റെ കുറേ ഡീറ്റെയിലൊക്കെ എഴുതി. ഞാനും അന്നത്തെ 2 സ്പിരിച്വൽ ഡയറക്ടർ അച്ഛന്മാരും കൂടി ആർച്ച് ബിഷപ്പിനെ കണ്ട്, അപ്പോൾ ആർച്ച് ബിഷപ്പ് അലൻ ഡെ ലാസ്റ്റിക്ക് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കടലാസ് മേടിച്ചിട്ട് അതിൻ്റെ താഴെ അപ്രൂവ്ഡ് എന്ന് എഴുതി സൈൻ ചെയ്ത് തന്നു. അപ്പം ഇങ്ങനെ സൈൻ ചെയ്ത് കിട്ടി കഴിഞ്ഞിട്ട് ഒരാൾ ആ സമയത്ത് കൊണ്ടുവന്ന് ഒരു 10,000 രൂപ തരികയാണ്. ഈ 10,000 രൂപയായിട്ടാണ് ഞങ്ങൾ ഈ 5 ഏക്കർ സ്ഥലത്തിന് വേണ്ടി അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ചെല്ലുന്നത്. അങ്ങനെ ഈ 10,000 രൂപ ഒരു കൈനീട്ടമായിട്ട് അങ്ങ് കൊടുത്ത് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഈ സ്ഥലം മേടിക്കണം എന്ന് പറഞ്ഞ് ചെറിയൊരു എഗ്രിമെൻ്റൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങി അവസാനം കുറേ പണം സംഘടിപ്പിച്ച് 2001 ആയപ്പോഴത്തേനും ഈ സ്ഥലം വാങ്ങിച്ചു, ബാങ്ക് ലോണും ഒക്കെ എടുത്ത്. അപ്പം അങ്ങനെ ആ സ്ഥലം മേടിച്ചപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതൊരു അഗ്രികൾച്ചറൽ ലാൻഡാണ്, കൃഷിഭൂമിയായിട്ട് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം ആ സാഹചര്യത്തിൽ ചിലരൊക്കെ ഞങ്ങളെ കളിയാക്കി, കരിസ്മാറ്റിക്കുകാർ കൃഷി ചെയ്യാൻ പോവാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ദൈവം പറഞ്ഞത്, ഈശോ വെളിപ്പെടുത്തിയതാണ്, ഇതാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ മേടിച്ചു. കാര്യങ്ങളെല്ലാം നടക്കുമ്പം ഇതിലൊരു മധ്യസ്ഥ പ്രാർത്ഥന നിരന്തരമായി നടക്കുന്നുണ്ട്. ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ വീടുകൾ കയറി ഇറങ്ങി ലോൺ എടുത്ത് അവസാനമായപ്പോൾ 2001 ഈ സ്ഥലം മേടിച്ച് ആദ്യമായിട്ട് ഞങ്ങൾ തുടങ്ങിയത് അവിടെ ഒരു 24 മണിക്കൂർ ആരാധനയാണ് തുടങ്ങിയത്. ആരാധന തുടങ്ങി. ആ സ്ഥലത്തിന്, ആ സെൻറ്ററിന് ജീവൻ ജ്യോതി ആശ്രം എന്ന് പേരിട്ടു. അപ്പം അന്നും ഇന്നും അവിടെ നിരന്തരമായിട്ട് ആരാധന നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഏകദേശം 200 പേർക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള ഒരു സെൻറ്ററായിട്ട് അത് വളർന്നു. അവിടെ 6 സിസ്റ്റേഴ്സ് ഉണ്ട്, 2 വൈദികരുണ്ട്. അപ്പം ഇങ്ങനെ ഈ സെൻറ്റർ പോകുന്നു. ഇത് ഇന്നും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കീഴിൽ ആണ് പോകുന്നത്. അൽമായരാണ് അത് ഓടിക്കുന്നത്. അപ്പം അങ്ങനെ ഇന്നിപ്പം നമുക്ക് 7 ചാപ്പലുകളുണ്ട്. പല സ്ഥലങ്ങളിലായി ആരാധന നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. പലപ്പോഴും രാത്രികളിൽ ഈ 6ഉം 7ഉം ചാപ്പലുകളിൽ പല ഭാഷകളിലായിട്ട് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ, കൊങ്കണിയിൽ, മലയാളത്തിൽ, ഇങ്ങനെ. പിന്നെ സിസ്റ്റേഴ്സ് നിത്യാരാധന നടത്തുന്നുണ്ട്. അത് യൂട്യൂബിലും ജീവൻ ജ്യോതി ആശ്രം എന്നടിച്ചാൽ യൂട്യൂബിൽ നിത്യാരാധന കാണാൻ സാധിക്കും. അപ്പം ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 രൂപ പോലും അക്കൗണ്ടിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ ദൈവം തന്ന ആ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ച് സാധിച്ച ഒരു സെൻ്ററാണിത്. അതായത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഒരു സാക്ഷ്യമാണ് ഈ ജീവൻ ജ്യോതി ആശ്രം. സങ്കീർത്തനം 2:8 പറയുന്നത്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിർത്തികൾ നിനക്ക് അധീനമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തും സാധിച്ചു തരും എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണിത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ എത്താൻ മാത്രമല്ല, പ്രാർത്ഥനയുടെ കൈകൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്തും മൈലുകൾ വ്യാപിക്കാനും പ്രാർത്ഥന ആവശ്യമുള്ള ഒരാളെ സ്പർശിക്കാനും കഴിയും. മധ്യസ്ഥ പ്രാർത്ഥനയെപ്പറ്റി ഞാൻ എൻ്റേതായ ഒരു നിർവചനം, ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയത് ഇതാണ്: റിമോട്ട് കൺട്രോൾഡ്, അതായത് റിമോട്ട് കൺട്രോൾ ചെയ്യാവുന്ന, ഇന്റർ കോണ്ടിനെന്റൽ, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് പോകാവുന്ന ബാലിസ്റ്റിക് മിസൈൽ, അതിശക്തമായ ഒരു മിസൈലാണ്. അപ്പം ഇത് റിമോട്ട് കൺട്രോൾഡാണ്. കാരണം ഞാൻ എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം ഇവിടെ ഇരുന്ന് ഞാനത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്റർ കോണ്ടിനെന്റലായി, അല്ലെ, ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് വേറൊരു ഭൂഖണ്ഡം. ഏഷ്യയിലിരുന്ന്, ഇന്ത്യയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അമേരിക്കയിലോ യൂറോപ്പിലോ അത് ആഫ്രിക്കയിലോ ഒക്കെ നമുക്ക് ഉള്ള വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അത് വളരെ പവർഫുള്ളാണ്. കാരണം അത് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ശക്തി ഉദ്ദേശിക്കുന്നിടത്ത് പ്രകടമാവും. അതുകൊണ്ടാണ് റിമോട്ട് കൺട്രോൾ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മധ്യസ്ഥ
വഹിക്കുന്ന ആള് ഏത് സാഹചര്യത്തിലും ആളുകളിലോ വ്യക്തികളിലോ ഗ്രൂപ്പുകളിലോ ഉള്ള ഒരു റിമോട്ട് കൺട്രോൾ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയും ഇത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ മധ്യസ്ഥ പ്രാർത്ഥന എത്ര ശക്തമാണെന്നുള്ളത്. മധ്യസ്ഥ പ്രാർത്ഥന ഒരു ആറ്റത്തേക്കാൾ ശക്തിയും പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതുമാണ്. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കാരണം പ്രകാശം പോകുന്നതിലും ഫാസ്റ്റായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അമേരിക്കയിലോ യൂറോപ്പിലോ അതേ സമയത്ത് അവിടെ വ്യത്യാസങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൽ നിന്നും സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഈ അതിർത്തികളൊന്നുമില്ല മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. എവിടെ വേണമെങ്കിലും, ഒരു ഭവനത്തിൽ, ഒരു ആശുപത്രിയിൽ, ഒരു ഓഫീസിൽ, ഒരു പാർലമെന്റിൽ, ഒരു കോടതി മുറിയിൽ ഒക്കെ ഈ മധ്യസ്ഥന് എത്തിച്ചേരാൻ സാധിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, ചില സ്ഥലങ്ങളിലൊക്കെ ഹൈ സെക്യൂരിറ്റി സോണാണ്, അല്ലേ? ആർക്കും ഒരു ഈച്ചയ്ക്ക് പോലും കിടക്കാൻ മേലാത്ത ഹൈ സെക്യൂരിറ്റി സോണാണ്. പക്ഷേ ഒരു മധ്യസ്ഥന് ഇങ്ങനെ ഒരു നോ എൻട്രി ഇല്ല, ഡു നോട്ട് ഡിസ്റ്റർബ് ഇല്ല, സെക്യൂരിറ്റി എൻട്രൻസ് ഇല്ല, ഇതൊന്നും കൂടാതെ ആ സ്ഥലങ്ങളിൽ എത്താനും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെ തൊടാനും സ്പർശിക്കുവാനും അവരെടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. അപ്പം നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഏറ്റവും ശക്തനായ സുവിശേഷവൽക്കരണം നടത്തുന്ന വ്യക്തിയുടെ കൂടെയും നമുക്ക് പങ്കാളികളാകാൻ സാധിക്കും. അപ്പം അവരവിടെ വചനം പ്രഘോഷിക്കും. ഇപ്പോൾ കൺവെൻഷൻ നടക്കുവാണ്. ഇപ്പോൾ UAE ഒരു കൺവെൻഷൻ നടക്കുവാണെന്ന് കരുതുക. അപ്പോൾ UAE കൺവെൻഷൻ നടക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ആ കൺവെൻഷൻ പ്രീച്ച് ചെയ്യുന്ന, കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കൺവെൻഷൻ ആര് പ്രസംഗിക്കുന്നോ അവരോടൊത്ത് ചേർന്ന് നമ്മൾ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സുവിശേഷവൽക്കരണം നടത്തുക മധ്യസ്ഥ പ്രാർത്ഥന വഴി. അപ്പോൾ നമുക്ക് ഏത് മിഷനറിയെയും നമുക്ക് അനുഗമിക്കാൻ സാധിക്കും, ഏത് മിഷനറിയോടും നമുക്ക് പങ്കുചേരാൻ സാധിക്കും. അങ്ങനെ എല്ലാ തലങ്ങളിലും നമുക്ക് എത്തി പ്രാർത്ഥിക്കുവാനായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന വഴി സാധിക്കും. നമ്മൾ സങ്കീർത്തനം 20:7 കാണുന്നുണ്ടല്ലോ, ചിലരെ രഥങ്ങളിലും മറ്റു ചിലരെ കുതിരകളിലും അഹങ്കരിക്കുന്നു, ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ നമ്മൾ അഭിമാനം കൊള്ളുന്നത് ദൈവത്തിൻ്റെ നാമത്തിലാണ്. മറ്റുള്ളവർ പലതിലും അഹങ്കരിക്കുന്നെങ്കിലും നമ്മുടെ ശക്തി നമ്മുടെ ദൈവത്തിലാണ്. കാരണം നമ്മൾ ദൈവത്തെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർക്കൊരു ആത്മവിശ്വാസം പകരുന്നത്, നമ്മൾ ഒത്തിരി ഈ അനുഭവങ്ങളിലൂടെ, ഒത്തിരി സാക്ഷ്യങ്ങളിലൂടെ ശരിക്കും മധ്യസ്ഥം വഹിക്കുന്ന വ്യക്തിക്ക് ഒത്തിരി ആത്മവിശ്വാസം പകരുകയാണ്. അതായത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത്ര ശക്തിയുണ്ട് എന്ന് ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് പല സാഹചര്യങ്ങളിലും അനുഭവിക്കാറുണ്ട്. കാരണം നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ നടന്നല്ലോ എന്ന്. ഇപ്പോൾ എബ്രായർ 4:16 പറയുന്നു, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പം അതുകൊണ്ട് പ്രത്യാശയോടുകൂടി തന്നെ കൃപാവരത്തിൻ്റെയൊക്കെ സിംഹാസനത്തെ നമുക്ക് ലേക്ക് പ്രവേശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പം ഞങ്ങൾ ഡൽഹിയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിൽ കരിസ്മാറ്റിക് നവീകരണം ആദ്യത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങുന്നത് 1981 പക്ഷേ അതിനുശേഷം കരിസ്മാറ്റിക് നവീകരണം ഒത്തിരി വളർന്നിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ 1990 ആദ്യഘട്ടത്തിൽ, 1993 ഒരു 4 പേര് കൂടി, ഞങ്ങളൊരു 4 പേര്, ഞാനും അതിനകത്തുണ്ടായിരുന്നു, വേറെ 3 പേരും കൂടെ കൂടി ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഡൽഹിയുടെ നവീകരണത്തിന് വേണ്ടി നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങൾ 4 പേര് ഓരോ ദിവസം ഒരാൾ ഉപവസിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 4 പേരിലേ ഇറങ്ങിയുള്ളൂ. അതിൻ്റെ 16ാമത്തെ ദിവസം വലിയ അത്ഭുതം നടന്നു. അപ്പം അങ്ങനെ ഈ നവീകരണത്തിൽ തടസ്സമായി നിന്നത് ചിലതൊക്കെ മാറിപ്പോകുന്നത് ഞങ്ങൾ കാണാൻ സാധിച്ചു. ദൈവം പറയുന്നുണ്ടല്ലോ 2-3 പേര്. അപ്പോൾ അവിടെ ഈശോയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അപ്പം നമ്മൾ ഏക മനസ്സോടുകൂടി 2 പേർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യങ്ങളവിടെ നടക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ പല അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ബോധ്യമുണ്ടോ? ഈ വാഗ്ദാനങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷേ
ഈ വാഗ്ദാനങ്ങളിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? പലപ്പോഴും നമുക്ക് വിശ്വാസത്തിൻ്റെ കുറവാണ് പ്രശ്നം. ജെറമ്യാ 33:3 പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തുന്നു. അപ്പം നമുക്ക് ബുദ്ധിക്കൊക്കെ അതീതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ ഉണ്ടാകും, നമുക്ക് വിശ്വസിച്ച് മധ്യസ്ഥം വഹിക്കാൻ സാധിക്കുകയാണെങ്കിൽ. ഞാൻ 2009 ഞാനതിപ്പോഴും ഓർക്കുന്നു, അതിൻ്റെ കട്ടിങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 2009 നവംബർ 8 സെനിറ്റ് ന്യൂസ്, നമുക്കറിയാം വത്തിക്കാനിൽ നടക്കുന്നതാണ് സെനിറ്റ് ന്യൂസ്. സെനിറ്റ് ന്യൂസിൽ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഫ്ലോറിഡ അബോർഷൻ ക്ലിനിക് ക്ലോസസ് ആഫ്റ്റർ 40 days. 40 ദിവസങ്ങൾക്ക് ശേഷം ഫ്ലോറിഡയിലെ അബോർഷൻ ക്ലിനിക്ക് ക്ലോസ് ആയിപ്പോയി, അടച്ചുപോയി എന്ന്. അപ്പം അതിനകത്ത് വിവരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഗ്രൂപ്പുണ്ട്, അവരുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 days ഫോർ ലൈഫ്. 40 days, 40 ദിവസം അവർ പ്രാർത്ഥിക്കുകയാണ്. മെയിൻലി അവർ പ്രാർത്ഥിക്കുന്നത് അബോർഷൻ ക്ലിനിക്ക്, ലോകത്തിൽ പല സ്ഥലങ്ങളിലുള്ള അബോർഷൻ ക്ലിനിക്കുകളുടെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവർക്കൊരു വലിയ നെറ്റ്വർക്കുണ്ട്. അതായത് 1000 സിറ്റികളിൽ 60 രാജ്യങ്ങളിൽ ഒരു നെറ്റ്വർക്കുണ്ട് പ്രാർത്ഥിക്കുന്നവർ. അപ്പോൾ ഒരു സ്ഥലം ഇവർ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് 24 മണിക്കൂറും ആരെങ്കിലും പോയി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് അബോർഷൻ ക്ലിനിക്കാണ്. അപ്പോൾ അബോർഷൻ ക്ലിനിക്കിനകത്തൊന്നുമല്ല, അവർ ദൂരെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. 40 ദിവസത്തേക്കാണ് അവർ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇങ്ങനെ പോയി നിന്ന്, ഇപ്പോൾ 2 പേരായിരിക്കും, 3 പേരായിരിക്കും, 4 പേരായിരിക്കും, എവിടെയെങ്കിലും ദൂരെ നിന്ന് ഈ അബോർഷൻ ക്ലിനിക്ക് കാണാവുന്നിടത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവരും അടുത്ത് കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ വരും. പക്ഷേ അവിടെ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ 1000 പട്ടണങ്ങളിൽ 60 രാജ്യങ്ങളിലുള്ള മധ്യസ്ഥരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവരുടെ പ്രാർത്ഥന വഴി ഫ്ലോറിഡയിലുള്ള വലിയൊരു അബോർഷൻ ക്ലിനിക്കാണ് ക്ലോസ് ആയി പോയത്, അടഞ്ഞുപോയത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ന്യൂസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പലപ്പോഴും ഇവരുടെ സൈറ്റിൽ പോയിട്ട് നോക്കാറുണ്ട്. 40 days ഫോർ ലൈഫ് പ്രെയർ വിജിൽസ് എന്ന് പറഞ്ഞ ഉള്ള ആ സൈറ്റിൽ. അപ്പോൾ ആ സൈറ്റിൽ ഏറ്റവും അവസാനം കാണുന്നത് 112 അബോർഷൻ ക്ലിനിക്കുകൾ അടച്ചതായിട്ടാണ്. 112 അബോർഷൻ ക്ലിനിക്കുകൾ ഇവരുടെ പ്രാർത്ഥന വഴി. ഒരു അബോർഷൻ ക്ലിനിക്ക് അടച്ചു പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലെന്ന് നമുക്കറിയാം, കാരണം ഇഷ്ടംപോലെ ബിസിനസ് കിട്ടുന്ന സ്ഥലമാണെന്ന്. എന്നിട്ട് അവരുടെ പ്രാർത്ഥന വഴി 112 അബോർഷൻ ക്ലിനിക്കുകൾ അടച്ചുപോയി. 221 അബോർഷൻ ജോലിക്കാരെ അവർ പിന്തിരിപ്പിച്ചു. 19,198 ജീവനുകളെ രക്ഷിക്കാൻ സാധിച്ചു. അതാണ് അവരുടെ കണക്ക്. അപ്പോൾ ശരിക്കും ആ ഒരു പ്രാർത്ഥന വഴി, ഇത്രയും വലിയൊരു തിന്മയാണല്ലോ അബോർഷൻ, അപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 3:20-21 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അപ്പം നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരുന്ന ഒരു സാഹചര്യം, അതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ശക്തി മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ശരിക്കും ഒരു മധ്യസ്ഥന് തൻ്റെ മുട്ടിൽ നിന്നുകൊണ്ട് അസാധ്യമായത് നിറവേറ്റാൻ സാധിക്കും. ഇമ്പോസിബിൾ, ഹി ക്യാൻ ഡു ദ ഇമ്പോസിബിൾ ഓൺ ഹിസ് നീസ്. ഞാൻ ഓർക്കുന്നു, ഞാൻ സെൻട്രൽ അമേരിക്കയിൽ ഒരു ചെറിയ രാജ്യത്ത് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പ്രോഗ്രാം നടത്തുകയായിരുന്നു, യുവജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ അവസാനത്തെ ദിവസം ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ സന്ദേശമൊക്കെ എടുത്താണ് പ്രാർത്ഥിക്കുന്നത്, പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ. അപ്പോൾ 3 പേർക്ക് സന്ദേശം കിട്ടി. അവിടുത്തെ പ്രസിഡന്റ് ഒരു സ്വവർഗഭോഗിയാണ്. അപ്പം അതുകൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ പുരോഗമനത്തിന് അത് വലിയ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ശാപമായിട്ട് മാറുന്നു എന്ന 3 പേര് വന്ന് പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു സന്ദേശം ഇത് നമുക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്കിതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പം ഞങ്ങളന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതായത് അവിടുത്തെ ആ രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ പ്രോഗ്രാമത്തിൻ്റെ അവസാനത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലെത്തി.
അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചത് ശനിയാഴ്ചയായിരുന്നു. ഞായറാഴ്ച ഈ പ്രസിഡന്റ് പരസ്യമായി പ്രസ്താവിച്ചു, ഞാൻ രാത്രി ക്ലബ്ബുകളിൽ പോകുന്ന വ്യക്തിയാണ്, ഞാനൊരു സ്വർഗഭോഗിയാണ്, ഞാൻ എൻ്റെ രാഷ്ട്രത്തോട് ജനങ്ങളോടും ഇതിനുവേണ്ടി മാപ്പ് ചോദിക്കുന്നു എന്ന് പരസ്യമായി അവിടുത്തെ പ്രസിഡന്റ് പ്രസ്താവിച്ചു. എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്ന് നമുക്കറിയാം. അപ്പൊ ഈ പ്രസിഡന്റ് അറിയുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളവർ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ അത് രഹസ്യമായാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ രഹസ്യമായിരുന്ന് ഇത്രയും യുവജനങ്ങൾ ഒത്ത് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഈ പ്രാർത്ഥന ചെന്ന് അത്രയും സെക്യൂരിറ്റിയിൽ ഉള്ള ആ പ്രസിഡന്റിനെ തൊട്ടു. അദ്ദേഹത്തിന്റെ മനസ്സ്, അദ്ദേഹത്തിന്റെ ഹൃദയം തൊട്ട്. അപ്പൊ അത് തൊട്ടത് മാത്രമല്ല, അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുവാൻ അത്രമാത്രം മാനസാന്തരത്തിലേക്ക് ആ രാഷ്ട്രത്തലവനെ നയിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പം മധ്യസ്ഥയ്ക്ക് ശരിക്കും ഒരു ദേശത്തിൻ്റെ ഭാഗധേയം മാറ്റിമറിക്കാൻ സാധിക്കും. എ ഇന്റർസെസർ ക്യാൻ ചേഞ്ച് ദ ഡെസ്റ്റിനി ഓഫ് എ നേഷൻ. ഇപ്പൊ മധ്യസ്ഥതയ്ക്ക് ഒരു രാജ്യത്തിന്റെ ശക്തി മാറ്റാനുള്ള കഴിവുണ്ട്, ഗതി മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പം ഭരണത്തിലും സർക്കാർ നിയമങ്ങളിലും നിയമനിർമ്മാണത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ മധ്യസ്ഥന് സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ കാനഡയിൽ വെച്ച്, ക്യൂബക്കിൽ വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന ട്രെയിനിങ് നടത്തുമ്പോൾ 42 രാജ്യങ്ങളിൽ നിന്നുള്ള 520 പേർ അവിടെയുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഗ്രൂപ്പുകളായി വിട്ടപ്പം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആണ് ഗ്രൂപ്പുകളോട് പറഞ്ഞത്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം അന്നേരം ഒരു ഗ്രൂപ്പിന് സന്ദേശം കിട്ടി, ഈ കുടുംബത്തിനു വേണ്ടി അന്നേരം അതേ ദിവസങ്ങൾ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ വ്യാഖ്യാനം, കുടുംബത്തിൻ്റെ ഡെഫിനിഷൻ മാറ്റുവാനായിട്ട്. അപ്പോൾ അതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മാറ്റുന്നത് എന്താണ്? സാധാരണ നമ്മൾ കുടുംബം എന്ന് പറയുമ്പം ഒരു ഭാര്യയും ഒരു ഭർത്താവും മക്കളും അല്ലേ? അപ്പോൾ അതല്ല, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നിച്ചു ചേർന്നാൽ അത് കുടുംബം ആയിരിക്കും എന്ന് തിരുത്തി എഴുതാൻ വേണ്ടി പല സ്വർഗഭോഗ സംഘടനകളും യുണൈറ്റഡ് നേഷൻസിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പം അതനുസരിച്ച് ഈ മാറ്റുന്നതിനുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചർച്ച നടക്കുമ്പോഴാണ് നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വിഷയം കൊടുത്തു. അവർ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഇത് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവർ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവസാനം വോട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഈ നിയമം മാറ്റാൻ സാധിച്ചില്ല. ആ വോട്ടിട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു നിയമം തള്ളിപ്പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പാർലമെന്റിലൊക്കെ ചില ചർച്ചകൾ നടക്കുമ്പോൾ, നിയമങ്ങൾ പാസ്സാക്കുമ്പോഴൊക്കെ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ നിയമങ്ങൾ ഒക്കെ മാറ്റി കളയാനായിട്ട് നമുക്ക് സാധിക്കും. 2013 ഞാൻ ഓർക്കുന്നു, 13 ഒക്ടോബർ 2013 ഈ സംഭവം. ഞാൻ കുവൈറ്റിൽ ഒരു കൺവെൻഷന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ പോകാനായിട്ട് റെഡിയാകുമ്പോൾ ഇങ്ങനെ ന്യൂസ് വന്നു. അതായത് ഒരു വലിയ സൈക്ലോൺ വരുന്നുണ്ട്. ആ സൈക്ലോണിൻ്റെ സ്പീഡ് 350 കിലോമീറ്റർ സ്പീഡാണ്. അത് ഭയങ്കര ഒരു സ്പീഡാണ്. അതിൻ്റെ പേരും കൊടുത്തു, സൈക്ലോൺ ഫൈലിൻ. അപ്പോൾ ആ ഒറീസ ഭാഗത്താണ് ഇത് വരിക. അപ്പം ഞാനിങ്ങനെ പോകുമ്പോഴത്തേനും ഇതിൻ്റെ ന്യൂസ് വരുന്നു. ഞാൻ പോയി എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഞാൻ അവരോട് ചോദിച്ചു, ഈ സൈക്ലോണിനെ പറ്റി വല്ല വിവരം ഉണ്ടോ? അന്നേരം അവർ പറഞ്ഞില്ല. പിന്നെ ഞാൻ ന്യൂസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സൈക്ലോണിൻ്റെ സ്പീഡ് ഉണ്ട്, സൈക്ലോൺ വരുന്നുണ്ടെന്ന് വീണ്ടും ന്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയ വഴിക്കൊക്കെ പ്രാർത്ഥിച്ചു, അവിടെ ചെന്നു കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേ, ഇപ്പം രാത്രി ആ സൈക്ലോൺ അടിക്കും എന്നുള്ളതാണ്. കുവൈറ്റിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേ കണ്ടു ഈ സൈക്ലോൺ വളരെ ശാന്തമായിട്ടാണ് സൈക്ലോൺ എത്തിയത്. 3 പേരാണ് മരിച്ചത് അതുകൊണ്ട്. അതായത് ഒരു മരം വീണ് 3 പേര് മരിച്ചു. അപ്പം അന്ന് ആദ്യത്തെ ക്ലാസ്സിന് തന്നെ ഞാൻ പോകുമ്പോൾ അത് കുവൈറ്റ് കത്തീഡ്രൽ പള്ളിയിലാണ്. അപ്പം അന്നേരം അവിടുത്തെ ബിഷപ്പ് കമീലോ ബാലിൻ, അദ്ദേഹം മരിച്ചുപോയി. അതിന് ശേഷം അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇങ്ങനെയൊരു സൈക്ലോൺ വരുന്നുണ്ടായിരുന്നു, 350 കിലോമീറ്റർ ഹൈ സ്പീഡിൽ വന്ന സൈക്ലോണാണ്, അത് ഒന്നുമില്ലാതെ ആയിപ്പോയി.
അപ്പോൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ക്ലാസ്സുകൾ തുടർന്നു. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയത് ഒരു സ്ത്രീ സൈഡിൽ നിന്ന് വന്നിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു, ബ്രദറെ, 10 ദിവസം മുമ്പ് കർത്താവ് ഈ സൈക്ലോണിനെ പറ്റി ഞങ്ങളോട് സംസാരിച്ചായിരുന്നു. അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ സ്പീഡ് കുറയുന്നതായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന വലിയ വലിയ അത്ഭുതങ്ങൾ ഇങ്ങനെയാണ് നടക്കുക. അപ്പോൾ അതിനാൽ മർക്കോസ് 11:24 പറയുന്നത്, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് ആ വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും നമുക്ക് ലഭിച്ചിരിക്കും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് സാത്താനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ഏറ്റവും ദുർബലനായ മനുഷ്യൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവനറിയാം ഇതുവഴി എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അപ്പം അതുകൊണ്ട് ഇങ്ങേറ്റം സാത്താൻ ഭയപ്പെടുന്ന ഒരു പ്രാർത്ഥനാ ശൈലിയാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റി കാണുകയായിരുന്നു. ഇനിയും ഒത്തിരി ഉദാഹരണങ്ങൾ പറയണമെങ്കിലുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന നമുക്ക് അതിനെപ്പറ്റിയുള്ള വിശ്വാസം, ആശ്രയബോധത്തോടു കൂടി നമുക്ക് ഈ പ്രാർത്ഥന സമർപ്പിച്ച് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ പ്രാർത്ഥന വഴി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ നീണ്ട മധ്യസ്ഥ പ്രാർത്ഥനയുടെ പരമ്പര ഇന്നുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല ഈശോയെ, നീ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. എന്നെ പേര് ചൊല്ലി വിളിച്ച അങ്ങയുടെ വലിയ കാരുണ്യത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു മധ്യസ്ഥനായിട്ട്, പ്രത്യേകിച്ച് അങ്ങയുടെ സ്വന്തം ശുശ്രൂഷയിൽ പങ്കുചേരുവാനായിട്ട് അയോഗ്യനും പാപിയുമായ എന്നെ വിളിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. ഈശോയെ, എൻ്റെ കുറവുകളും പോരായ്മകളും എല്ലാം ഞാൻ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ കൂടുതൽ കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.